ഇന്ത്യയുടെ ആദ്യ മത്സരത്തിനായുള്ള കാത്തിരിപ്പിലാണ് ദുബായിലെ മലയാളികളടക്കമുള്ള ക്രിക്കറ്റ് ആരാധകർ. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലാണ് ക്രിക്കറ്റ് ആരാധകരെല്ലാവരും. ഇന്ന് ഏറെ പ്രതീക്ഷയോടുകൂടി ഇന്ത്യ ഈ വേൾഡ് കപ്പിൽ ആദ്യമായി കളത്തിലിറങ്ങുകയാണ്. ഇന്ന് ഇന്ത്യ ന്യൂസിലൻഡിനെയാണ് ആദ്യം നേരിടുക. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകനും ക്രിക്കറ്റ് നിരീക്ഷകനുമായ KR നായർ ചേരുന്നുണ്ട്. ഇന്ത്യ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു ക്രിക്കറ്റ് വേൾഡ് കപ്പിന് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, മെൻസ് 2020 നേടിയ ശേഷം എത്തുന്ന ഒരു വലിയ മത്സരം. എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ഒരു മാച്ചാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കണ്ടീഷൻ സബ് കോണ്ടിനെൻ്റ് കണ്ടീഷൻസാണ്. ഇന്ത്യ യൂസ്ഡ് ആണ് ഈ കണ്ടീഷൻ. മെൻസ് 2020 വേൾഡ് കപ്പ് നേടി കഴിഞ്ഞു. അത് ഈ വിമൻസ് കളിക്കാർക്ക് സമ്മർദ്ദമാണോ നൽകുക, അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷയാണോ, ഒരു പ്രചോദനമാണോ? ശരിക്കും പറഞ്ഞാൽ പ്രചോദനമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസ് പ്രൂവ് ചെയ്തു ജയിക്കാമെന്നുള്ളത്, അതേപോലെ തന്നെ വിമൻസും പ്രൂവ് ചെയ്യണം. ഇത്തവണത്തെ ടീമിൽ മലയാളികൾക്ക് അഭിമാനമായി 2 മലയാളി താരങ്ങൾ മത്സരിക്കുന്നുണ്ട്. അതിനെങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? വളരെ ട്രിവാൻഡ്രത്തു നിന്നും വയനാട്ടിൽ നിന്നുമുള്ള 2 കളിക്കാരാണ്. അവർ വളരെയധികം പെർഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഒരാൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. അവർ കേരളത്തിൽ നിന്ന് പ്രൂവ് ചെയ്തു. അപ്പം നമ്മൾ കേരളത്തിന് വളരെ അഭിമാനമാണ് ഇവർ 2 പേരും. പിന്നെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് UAE കാണികളുടെ ഒരു സാന്നിധ്യമാണ്. ഈ ക്രിക്കറ്റിനെ എക്കാലം നെഞ്ചേറ്റിയുള്ള ആളുകളാണ്. വലിയ ഗ്രൗണ്ട് സപ്പോർട്ടാണ് കിട്ടാറുള്ളത്. അത് ഇന്ത്യൻ ടീമിന് ഗുണകരമാകുമെന്ന് കരുതുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഇന്ത്യ കളിക്കുമ്പോൾ കുറേ ഇന്ത്യക്കാർ വരും. വിമൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കരുത്താണ്, മനക്കരുത്ത്. അപ്പം മനക്കരുത്ത് ഈ ഫാൻസ് കൊടുക്കും. മനക്കരുത്ത് ഫാൻസ് കൊടുത്തു കഴിഞ്ഞാൽ പെർഫോം ചെയ്യണം. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ ഇത് നല്ലവണ്ണം ആൾക്കാർ ഗ്രൗണ്ടിൽ വന്ന് ചിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് നല്ല ചാൻസാണ്. തീർച്ചയായും ഇന്ത്യ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കാണികൾ എല്ലാവരും എത്തിത്തുടങ്ങും. എല്ലാവരും വലിയ ആവേശത്തോടു കൂടിയാണ് ഈ ഒരു 2020 വിമൻസ് വേൾഡ് കപ്പിനെ നോക്കിക്കാണുന്നത്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.